മോനെ, ചന്ദ്രമ്മേ, ചിന്നു എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര തവണ അവളെ ഫോണിൽ വിളിച്ചു. അവക്ക് എന്താ പറ്റിയത്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഒരാള് വീട്ടിൽ വരുമ്പോഴേക്കും തിയേറ്ററിൽ വെച്ചിരിക്കുന്ന പോലെയല്ലേ മഹിയും ദക്ഷയും ഒന്നിച്ചുള്ള ഫ്ലെക്സ് കണ്ടത്? അത് കണ്ട പിന്നെ അവക്ക് സംസാരിക്കാൻ തോന്നോ? ചിന്നു ആകെ തകർന്നിരിക്ക. പക്ഷെ ചിന്നു എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവളോട് പറയും? അവക്കെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞിട്ടാണോ അവൾ എന്നോട് സംസാരിക്കാതെ മാറി നിൽക്കുന്നത്? മോന് അവളെ ഇഷ്ടാണെന്ന് അറിഞ്ഞത് മുതൽ സ്വന്തം ഡയറിയില് മനസ്സ് തുറന്ന് അവളുടെ ഇഷ്ടങ്ങളൊക്കെ എഴുതി വെച്ചതാ ആ പാവം. എന്നിട്ട് അവളത് എനിക്ക് തന്നില്ലല്ലോ. മോൻ വേറൊരു പെണ്ണിനെ സ്വന്തമാകാൻ പോവാന്ന് വീട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കല്ലേ. പിന്നെ ആ ഡയറി അവള് തരുമോ? അവളിത് എവിടെയോ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ചന്ദ്രമ്മ, മനസ്സിനകത്ത് മൂടി വെച്ചിരിക്കുന്ന പ്രണയത്തിന് അർത്ഥവും മൂല്യവും ഒന്നുമില്ല. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞ അത് തുറന്നു പറയണം. അതിന് കഴിവില്ലാത്തവര് പ്രണയിക്കാൻ പോവരുത്. ചന്ദ്രമ്മ, ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഇനി എന്നെ ചിന്നുവിനെ മറക്കാൻ ഈ ജീവിതത്തിൽ എനിക്ക് പറ്റില്ല ചന്ദ്രമ്മ. എങ്കിൽ ഇനിയെങ്കിലും അവളെ മാത്രമേ കല്യാണം കഴിക്കുന്ന എല്ലാവരും കേക്ക് തുറന്നു പറയണം. അതിന് പറ്റൂ? അമ്മ, അമ്മ ഇത്രയും പേടിയുണ്ടെങ്കിൽ പിന്നെ അമ്മയെ അനുസരിച്ച് കഴിയണം. വേറൊരു പെണ്ണിന് മനസ്സിൽ മോഹം കൊടുത്തിട്ട് അവളെ ഇങ്ങനെ ദ്രോഹിക്കരുത്. മനസ്സിലെ നീരും ആത്മാർത്ഥതയുമുള്ള ഒരു പെണ്ണ് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ പിന്നെ മറ്റൊരാൾക്ക് ആ മനസ്സിൽ പിന്നെ അവളെ സ്ഥാനം കൊടുക്കില്ല. നല്ല പെണ്ണിന്റെ മനസ്സ് ഒരിക്കൽ ഒരാളുടെ മുന്നിലെ തുറക്കും. മോനെ, അർജുനെ പോലെ നീയും ഇപ്പോ വിവാഹിതനായി ഒരു കുടുംബനാഥനാവാൻ പോവാ. ദേ, ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറാൻ പോവാ. അതിൻ്റെതായ ചുമതലാബോധം നിനക്കുണ്ടാവണം. ഇനി ജീവിതത്തെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. ചന്ദ്രലേഖ, ഇന്നെന്തായാലും എന്റെ മകന്റെ സൗന്ദര്യം കണ്ട് ആരെങ്കിലും കണ്ണുവയ്ക്കും. നീ അവനൊന്ന് കരുതൊട്ട് കൊടു. മോനെ, നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്നുണ്ടോ?